വേദവസം പറയുക ഒരു മനുഷ്യനെ കുറിച്ച്, ഈസ് റൈച്ചസ്, അവൻ ആരാ? നീതിമാൻ. നീതിമാൻ എന്ന ജോസഫിനെ കുറിച്ച് പറയാൻ കാര്യം അപവാദം വരുത്തുവാൻ അവൻ എന്തില്ലായിരുന്നു? മനസ്സിലായിരുന്നു. അത് നമ്മൾ എപ്പോഴും ഓർത്ത് വേണം. ഒരു വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് നാട്ടുകാരോട് വിളിച്ച് പറയാത്ത, ലൈവ് ഇടാത്ത ഒരു മനുഷ്യൻ. ഇപ്പോൾ അങ്ങനെയാണ്, ഫേസ്ബുക്ക് ലൈവ് കൊടുക്കുക, ചാകുക. കാരണം അവളിനും ജീവിതത്തിൽ അങ്ങനെ മനുഷ്യരൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്ത, എന്ത് വന്നാലും എൻ്റെ ഭാര്യയുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? ജോസഫ്. ആ മനുഷ്യനെ വേദവസം വിളിക്കുന്നത് എന്താ? നീതിമാൻ. ഇതൊരു വാക്കാന്ന് നോക്കി. കുറവുകൾ വിളിച്ച് പറയുന്നവരെ അപ്പം വചനം എന്തോ വിളിക്കും? അറിയില്ല. അത് അന്നേരേ അറിയത്തുള്ളൂ എന്തൊക്കെ വിളിക്കും. ഏതായാലും ആ കുറവ് അറിഞ്ഞാൽ മറിയത്തെ എന്തു ചെയ്യും? കോടതി വിചാരണ ചെയ്യും. എന്നിട്ട് യഹൂദ കോടതി അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷെ ജോസഫ് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അടുക്ക് ഒരു സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടു. അവയില്ലാത്തവൾ എന്നിട്ട് ക്രിസ്തു എന്ത് ചെയ്തു? കുനിഞ്ഞു. ക്രിസ്തു എന്ത് ചെയ്തു? കുനിയാൻ കാര്യമുണ്ട്. ഈ സ്ത്രീയും കല്ലെറിയാൻ വരുമ്പോൾ, നിങ്ങൾ ഈ വിചാരണയ്ക്കൊക്കെ എന്തിനൊക്കെ പിടിക്കപ്പെട്ടവരെ വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പണ്ട് റോമാ കോടതി ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരുടെ കുറ്റം എഴുതി എവിടെ വെക്കും? മുകളിൽ വെക്കും. ദേഹത്ത് തന്നെ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ കുറ്റം എഴുതി വെച്ചു. എന്നിട്ടൊരു പിച്ചാത്തി എടുത്ത് ഇങ്ങനെ കുത്തിവെക്കുമെന്നാണ് പറയുക. കാരണം തല ഒരിക്കലും എന്ത് ചെയ്യരുത്? താഴെരുത്. ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്, കോടതിയിലൊക്കെ ചെല്ലുമ്പം തല കുനിച്ചിട്ട്, എടി തല പൊക്കടി, ഞങ്ങളൊന്ന് കാണട്ടടി. ഏതാ ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരെ. പക്ഷെ ഒരിക്കലും ആ സ്ത്രീക്ക് എന്തെങ്കിലും തല പൊക്കാൻ ഒക്കുമോ? ഇല്ല. അവൾ കുനിഞ്ഞു കാണും. അവിടെ കൂട്ടത്തിൽ ആരും കുനിഞ്ഞു? യേശുവും കുനിഞ്ഞു. യേശു നിലത്ത് എന്ത് ചെയ്തു? എഴുതി. എന്തിനാ എഴുതിയേ? എന്താ എഴുതിയേ? അതാര് പറഞ്ഞു? നമുക്കറിയത്തില്ല. പാപം എഴുതിയെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഉണ്ടോ? ഇല്ല. എഴുതി. എന്തോ ആട്ടെ, പാപമാകട്ടെ, എന്താകട്ടെ, ഒരു കാര്യം അവിടെ ചെയ്തു. ക്രിസ്തു കുറേ നേരം എന്ത് ചെയ്തു? എഴുതിയപ്പം എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? കല്ല് താഴെ പോയി. അവിടെ ക്രിസ്തു ചെയ്തോ ചെറിയൊരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ നോക്കിയാൽ മതി, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ വകയും കിട്ടും. കല്ലെറിയാൻ വേണ്ടി വന്ന ആ പ്രചോദനത്തിലാണ്, ആ ഒരു സ്റ്റിമുലേഷനിലാണ് അവർ വരിക. ആ സ്റ്റിമുലേഷൻ അവർക്ക് കിട്ടി. എന്ത് ചെയ്യണം? കല്ല് എറിയണം. കല്ലെറിയാനുള്ള സ്റ്റിമുലേഷനും അതിൻ്റെ ആ റെസ്പോൺസ്, അതിൻ്റെ ആ പ്രതികരണം, മലയാളത്തിൽ ആ ഒരു പ്രചോദനം, അതിനോട് ചെയ്യുന്ന ഒരു പ്രതികരണം അല്ലേ, ആ റെസ്പോൺസ്. ഇതിനിടയ്ക്ക് ക്രിസ്തു എന്തോ കൊടുത്തു? ഇച്ചിരി സമയം കൊടുത്തു. മനസ്സിലായി? കുനിഞ്ഞെഴുതി, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, ഇനി അവരുടെ പാപമാണെ വന്ന് നോക്കാനൊരു സമയം കൊടുത്തു. ഏതായാലും ഇച്ചിരി സമയം കൊടുത്തു. എന്തോ കയ്യിൽ നിന്ന് പോയി? കല്ല് താഴെ നിന്ന് പോയി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സ്റ്റിമുലേഷൻ, അതിനും പറച്ചിലിനും പ്രവർത്തിക്കും ഇടയ്ക്ക് എന്ത് കിട്ടണം? ഇച്ചിരി സമയം കിട്ടിയാൽ നമ്മൾ ഈ പറയാൻ വന്നോ പറയുമോ? ചെയ്യാൻ വന്നോ ചെയ്യോ? ഇല്ല. ഞാൻ ചിലപ്പം ഫോൺ ചെയ്യും, 2 പറയാൻ വേണ്ടിയാണ്. ദൈവകൃപ, അവർ ഫോൺ എടുക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ എല്ലാ ഫോണും റെക്കോർഡാണ്, സൂക്ഷിച്ച് സംസാരിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ദേഷ്യത്തിൽ വിളിക്കുന്ന 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ വിളിക്കും, പാസ്റ്റർ എന്തിനാ വിളിച്ചേ? കുഞ്ഞെ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. അപ്പോഴത്തേനും നമ്മൾ ഓക്കെ ആയി. അപ്പം ഫോൺ എടുപ്പിക്കാൻ ഞാൻ ആരാ? ദൈവ. പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് എന്ത് കിട്ടി? സമയം കിട്ടി. അപ്പം ഇതാണ് ക്രിസ്തു കൊടുത്തത്. അവർ പറയാൻ വന്നതിനും പറയുന്നതിനും ഇടയ്ക്ക്, പ്രവർത്തിക്കുന്നതിനും ഇടയ്ക്ക് എന്ത് കൊടുത്തു? സമയം കൊടുത്തു. അപ്പം കയ്യിൽ നിന്ന് എന്ത് പോയി? കല്ല് പോയി. കയ്യിൽ നിന്ന് കല്ല് പോയി. എന്നിട്ട് അവസാനം ക്രിസ്തു എഴുന്നേറ്റു. ആരും നിന്നെ എന്ത് ചെയ്തില്ലേ? കല്ല് എറിഞ്ഞില്ല. ഇന്ന് 2 പേരുടെയും തല ഉയർന്നു. നീ പൊക്കോ, ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അപ്പം ഈ ക്രിസ്തുവിന് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കല്ലെറിയരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കണം? 1, ക്രിസ്തു സ്നേഹം. 2, ക്രിസ്തുവിൻ്റെ വളർത്തച്ഛൻ ജോസഫിനും നിർബന്ധം ഉണ്ടായിരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയുടെ ദേഹത്തും കല്ല് വീഴരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരപ്പൻ്റെ മോനായിരുന്നു ആരാ? ആ വീട്ടിലാണ് വളർത്തപ്പെട്ടെ, ജോസഫിൻ്റെ വീട്ടിൽ. നോക്കൂ, അങ്ങനൊരു വീടാണ് ക്രിസ്തു തിരഞ്ഞെടുക്കുക.
ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ പ്രാർത്ഥന എന്ന സ്വഭാവത്തെ രൂപപ്പെടുത്തുകയാണ്. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു കയറിയ ഉടനെ ക്രിസ്തു ചെയ്തത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. അങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പാണ്, എത്ര അടഞ്ഞതും തുറക്കാൻ ശക്തിയുള്ള ഒരു താക്കോല് ദൈവം നമ്മുടെ മേൽ തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥന എന്ന താക്കോല. പ്രാർത്ഥിക്കാമോ? തുറക്കും. സ്വർഗം തുറക്കും, രാജ്യത്തിൻ്റെ വാതിൽ തുറക്കും, പൂട്ടിയിട്ട് തുറക്കും, അടഞ്ഞ വാതിലുകൾ തുറക്കും. എന്തിനും തുറക്കാൻ ശക്തിയുള്ള ഒരു താക്കോല് ദൈവം നമ്മുടെ കൈ തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥന എന്ന താക്കോല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥിക്കാമോ? എന്തു ചെയ്യും? തുറക്കും. വിദ്യാഭ്യാസ ഭാവി തുറക്കും, ജീവിതത്തിൻ്റെ ഭാവി തുറക്കും, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും. സഭയുടെ ആ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. അടഞ്ഞ വാതിലുകൾ തുറക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ പ്രാർത്ഥിക്കണം. ക്രിസ്തു പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. അപ്പം തന്നെ ഉത്തരവും വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ സ്വർഗം എന്തു ചെയ്യും? പ്രസാദിക്കും. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തു പ്രാർത്ഥിച്ചത് നാം കാണുന്നുണ്ട്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നാം കാണുകയാണ്, 3-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചു എന്ന് കാണുന്നു. ഇനി 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവനോ നിർജ്ജനദേശത്തേക്ക്, ബട്ട് ഹി വുഡ് വിഡ്രൂ ടു ഡിസോളേറ്റ് പ്ലേസസ് ആൻഡ് പ്രേ. അവനോ നിർജ്ജനദേശത്തേക്ക്, ഒരു സോളിറ്റ്യൂഡിലേക്ക് വാങ്ങിപ്പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാ തിരക്കുകളുടെ ഇടയിൽ നിന്നും ക്രിസ്തു വാങ്ങിപ്പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നമ്മളോടും കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തിരക്കിനകത്തുനിന്ന് ഒന്ന് വാങ്ങിപ്പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ചെറിയൊരു പിൻവാങ്ങൽ, 1 മിനിറ്റെങ്കിലും മാറിപ്പോയി പ്രാർത്ഥിക്കാൻ എല്ലാ തിരക്കിലും സമയം കണ്ടെത്തണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ഒത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, 1 മിനിറ്റ്. നിങ്ങൾക്കറിയാം, നേഴ്സസൊക്കെ ജോലി ചെയ്യുമ്പം നൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ എന്തുണ്ട്? ബ്രേക്കുണ്ട്. അതുപോലെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് മാറി 1 മിനിറ്റ് ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ക്രിസ്തു പ്രാർത്ഥിച്ചു, നിർജ്ജനദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പക്ഷേ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓരോ സംഭവങ്ങൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ 5:12 കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ടെന്ത് ചെയ്തു? കവിണ് വീണു. യേശു ക്രിസ്തുവിൻ്റെ അടുക്ക് വന്ന് കവിണ് വീണു. അവൻ പറയുന്നുണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. അത് ഇച്ചിരി ഒന്ന് അല്ലാതൊന്ന് പറഞ്ഞു നോക്കിയേ. ആ മലയാള പദം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യേ? പ്രാർത്ഥിക്കും. നമ്മളൊരാൾ വന്ന് പറയുക, ഒന്ന് മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ഉപദേശിന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഫീലിംഗ് തോന്നും. ഇവനൊന്നിൽ എന്തായിരിക്കാം. പക്ഷേ അതൊരു ലാസ്റ്റ് വേർഡാണ്. ഈ പിള്ളേരുടെ പുറകേ നടക്കും അമ്മമാർ. പഠിക്ക്. ഇവിടുത്തെ മക്കളോടൊക്കെ അങ്ങനെ കമ്പൽ ചെയ്യാനൊക്കുമോ? എന്നാലും പറയല്ലേ, വാ കൊണ്ട് പറയാമെന്നല്ല, എന്ത് ചെയ്യും? പറയും. അവസാനം ഞങ്ങളുടെ നാട്ടിലെ അമ്മമാരൊക്കെ പറയുന്നുണ്ട്, എടി നിനക്ക് വേണേ എന്ത് ചെയ്യും? പഠിച്ചില്ലേലും എൻ്റെ കെട്ടിയോന് എടീ പെൻഷൻ കിട്ടുമടി, ചാകുന്നിടം വരെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നീ ഒന്നും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ലാസ്റ്റ് വാക്ക അല്ലേ? നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ടതാണ്, പക്ഷേ നീ വേണേ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു പൊട്ടിത്തെറിച്ച് പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇവിടെ കർത്താവ് ഉടനെ ആ മനുഷ്യനെ എന്ത് ചെയ്തു? തൊട്ടു. കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്തുവിനെ, പല കാരണങ്ങൾ കൊണ്ട്. ഓരോ ദിവസവും കർത്താവുമായിട്ട് അങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുക. കർത്താവ് തൊട്ടു. കർത്താവ് തൊട്ട എന്തിനാണെന്നറിയാമോ? മനുഷ്യരല്ല ഈ പുറം കണ്ട് മാർക്കിടും. പക്ഷെ ക്രിസ്തു അവനെ തൊടാൻ കാര്യം എന്താ? കുഷ്ഠരോഗിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. കുഷ്ഠരോഗി ആരും എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ഈ മനുഷ്യരെല്ലാം ഭയങ്കര ബയാസ്ഡാകും ആളെ കണ്ട. ആണോ? ബയാസ്ഡാകുമോ? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവിടെ ഒരു പയ്യനിരിക്കുന്നു. അവനിങ്ങനെ അവിടെ എന്നെ നോക്കിയിരിക്കുക. ഞാൻ അങ്ങോട്ട് കയറി, ഇവനെ മൈൻഡ് ചെയ്തില്ല.
എനിക്ക് കൊണ്ടുപോകും. ഞാൻ പ്രിൻസിപ്പാളെ അവൻ മൈൻഡ് ചെയ്തില്ല. 10-18 വയസ്സുള്ള ചെറുക്കനായിരിക്കും. അവൻ്റെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അവനോട് സങ്കടം തോന്നി, ദേഷ്യം തോന്നി. അവിടെ ഇരുന്നവരെല്ലാം എന്നെ നോക്കുന്നു, വർത്തമാനം പറയുന്നു, ഇവൻ മാത്രം ഇരിക്കുക. എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. അഹങ്കാരി, പന്ന ചെറുക്കൻ, ഒരു മര്യാദ വേണ്ടേ? ഞാനൊരു പാസ്റ്ററല്ലേ? ഇവന് മാത്രം എന്നെ അറിയാത്തേ, ഇവൻ എന്നെ കാണിക്കുന്നേ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അവനെ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ ഉള്ളിൽ എനിക്ക് അവനോട് നീരസം തോന്നി. ഞാൻ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ വീട്ടുകാരൻ്റെ ചോദിച്ചു, ഇതാരാ? നമ്മുടെ ഒരു കസിനാണ്, ഇവിടെ വന്നതാ, പൊട്ടനാ, ഡഫാൻ്റെ അമ്പ. ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, അവനെയാ ഞാൻ മനസ്സുകൊണ്ട് വെറുതെ. മനുഷ്യരെല്ലാം ഈ പുറമേ കാണും, എന്നിട്ട് ഉടനെ അങ്ങ് മാർക്കിടും. കോവിഡിൻ്റെ സമയത്താണ് ഒരു വലിയ കല്യാണം ഞങ്ങളുടെ ചർച്ച നടക്കുക. അപ്പം എന്നോടൊന്ന് പറഞ്ഞു, കല്യാണത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പ്രിൻസിപ്പാൾ ചെയ്യണോ? സത്യമാണോ? ഏൽപ്പിക്കാമോ? ഏൽപ്പിച്ചു. എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യാം, ഒരു കുറവും വരല്ല, ഡീസൻ്റായിരിക്കണം. പൈസ ഒന്നും വിഷയമല്ല, പക്ഷെ മാന്യമായിട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ നടത്താൻ കാര്യം ഈ എണ്ണം പ്രശ്നമായതുകൊണ്ട് അപ്പോൾ അവിടെ അങ്ങനെ പെട്ടെന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പം സാറിന് അന്ന് ഹെൽത്തുകാർ വരും, പോലീസുകാർ വരും, ബഹളം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എന്നെ കൂടെ ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്യാം, ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഞാൻ അവിടെ വന്നിരുന്നാൽ ഇത് കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞാൽ ശരി, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണോ? ചെയ്യാം. ഏൽപ്പിച്ചു. ഇനി എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യാമോ? ചെയ്തോണം, എല്ലാം ചെയ്യണം. അപ്പം ഞാൻ മെനു എല്ലാം അയച്ചു കൊടുത്തു. നമ്മുടെ ഉള്ള സംവിധാനം എല്ലാം വെച്ച് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു. മറന്നു പോകാൻ സമയമായിട്ടില്ല. ഏത് പരിപാടിക്ക് എന്നാലും വാതുക്കെ നെറ്റിക്ക് ഉടനെ ഒരു തോക്കുണ്ട്. മറന്നുപോയോ? എന്തുവാ? മറന്നല്ലേ? പോയിട്ടില്ല സാധനം, എങ്ങാണ്ടൊക്കെ ഉണ്ട്. നെറ്റിക്ക് ടെമ്പറേച്ചർ തോക്ക് മറന്നുപോയില്ലേ? എവിടെ ചെന്നാലും എന്ത് നോക്കും? ടെമ്പറേച്ചർ നോക്കും, നമ്മുടെ പേര്, ഫോൺ നമ്പർ എല്ലാം എഴുതിയെടുക്കും. അപ്പം ഇതെല്ലാം അതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്, മാൻഡേറ്ററിയാണ്. അപ്പം ഞാൻ ഈ നടത്തുന്ന ഇവൻറ്റുകാരോട് പറഞ്ഞു, 2 പിള്ളേരെ കൊണ്ടുവരണം അത് എഴുതി വെക്കാൻ. അപ്പം ഇവർ വന്നു. രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേന് ഈ 2 കൊച്ചുങ്ങൾ വന്നു. അവർ ഡ്രസ്സ് മാറി എല്ലാം വൃത്തിയായിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഇതുങ്ങളൊരു നല്ല നൈറ്റ്, ഒരു ചെറിയ മിടിയും ഒരു കോട്ടും ഒക്കെ ഇട്ട 2 നല്ല പെൺപിള്ളേരാണ്. വന്നൊരച്ഛൻ എന്നോടങ്ങ് തുടങ്ങി, എടോ പ്രിൻസിപ്പാളേ, എന്താ താനെന്നാ ഇങ്ങനെ തുടങ്ങി? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പാപി സഭയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുവാണോ? ഞാൻ ചോദിച്ചു, എന്തോന്ന്? കാല് കാണുന്ന 2 പെൺപിള്ളേരെ ലൈവ് പോവുക. ദൈവദോഷമല്ലേ? ഞാൻ ചോദിച്ചു, കിളവ താനിതിനെ നോക്കിയേ? മുതുക്കിന് കയറി പോയാൽ പോരെ, താൻ വട്ടം കെട്ടി നിൽക്കും, പോടോ കയറി. അല്ല, ഇങ്ങളെന്തിനാ അവിടെ നിന്നേ? എനിക്കറിയാൻ വേണ്ടി അയാളെന്തിനാ അവിടെ നിന്നേ? കയറി പോയാൽ പോരെ. രണ്ടാമൊന്നുകൂടെ നോക്കിയോണ്ടല്ലേ പുള്ളി കണ്ടേ? ഒറ്റ വട്ടത്തിന് ഒന്നും കാണത്തില്ല. കണ്ട ഹെലൻ തലയാട്ടി. രണ്ടാമൊന്നുകൂടെ നോക്കിയോണ്ടാണ് പുള്ളി എന്ത് ചെയ്തേ കണ്ടേ. ഫസ്റ്റ് സൈറ്റിലൊന്നും കാണത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടെ നോക്കി, എല്ലാം പോയി. ഈ പിള്ളേരവിടെ ഇരിക്കുക, അപ്പോൾ അതൊക്കെ നിന്ന് കല്യാണം നടക്കുക. അപ്പം ഞാനും വൈഫും കൂടെ പറഞ്ഞു, കൊച്ചങ്ങളെ ഒന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം. 2 നല്ല പെൺപിള്ളേർ. അപ്പം ഞാനും വൈഫും ഉണ്ട്. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു ഈ കുഞ്ഞൊക്കെ 2 പേർക്ക്. ഒരു ഇച്ചിരി പൈസ കൊടുത്തു. ഈ പൈസ മേടിച്ചിട്ട് അവർ പറഞ്ഞു, അവരെന്നെ അച്ഛാന്നാണ് വിളിക്കുക. അച്ഛാ, ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളെ മാർക്കിടല്ലേ, കമ്പനിയുടെയാണ്. അച്ഛൻ തളർന്ന് കിടക്കുക, അമ്മ രോഗിയാണ്, ആഴ്ചയൊരിക്കൽ ഇങ്ങനെ പോവും, 10,000 രൂപ കിട്ടും. ആലുവായിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ച് വന്ന 7 മണിയായിട്ട് വരിക. ഞാൻ ഈ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ 10 മണിയായി. അപ്പോഴും എൻ്റെ മോൾ എഴുന്നേറ്റിട്ടില്ല. അല്ല, മനസ്സിലാക്കണം, അവർ കൊടുക്കവാ. അപ്പോഴാണ് ഈ 2 പെൺപിള്ളേർ ആലുവായിൽ നിന്ന് വണ്ടി ഓടിച്ച് സ്കൂട്ടറെ വന്ന് ഈ കോട്ട് വിട്ട് നിൽക്കുക. ഇനി ഇതുങ്ങളെപ്പം ചെല്ലും? നമ്മൾ കാണുമ്പോൾ അങ്ങ് മാർക്കിടും. പക്ഷേ എൻ്റെ തമ്പുരാനൊരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ്റെയും പുറം നോക്കി മാർക്കിടാതെ അകമറിയുന്നൊരു ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു മനുഷ്യനെ അങ്ങ് മാർക്കിടും. നമ്മൾ ഈ വലിയ
ഒരുങ്ങി ബഹളം വെച്ച് നടക്കുന്ന പിള്ളേരൊക്കെ മാർക്കിടും. എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. 2 വട്ടം ആഞ്ഞു ചോദിച്ചാൽ ഇതുങ്ങൾ കരയും. മനുഷ്യരെല്ലാം പുറം കാണുന്നതാണ്. പക്ഷേ ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന ഒരു വല്ലഭനുണ്ട്. കണ്ണുകളടച്ചൊരു നിമിഷം കരമുയർത്തി ആ കർത്താവിനോടെല്ലാം പറയാം മക്കളെ. എല്ലാം പറയാം. പുറം കണ്ട് മാർക്കിടത്തില്ല, പുറം കണ്ട് അഹങ്കാരിയാന്ന് പറയത്തില്ല, പുറം കണ്ട് മോശമാണെന്ന് പറയത്തില്ല. അകം കാണുന്നൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ, ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ഓ ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്. ഞാൻ പെട്ടെന്ന് ബയാസ്ഡ് ആകുന്നുണ്ടോ? ക്രിസ്തു ശിഷ്യർ ബയാസ്ഡ് ആകല്ലേ. ഒരു മനുഷ്യനെയും പെട്ടെന്ന് വിധിക്കരുത്. ഒരു മനുഷ്യനെയും പെട്ടെന്ന് വിധിക്കരുത്. എല്ലാവരുടെയും അകത്ത് പുറം കാണാത്തൊരകമുണ്ട്, മനുഷ്യൻ കാണാത്തൊരു മുഖമുണ്ട്, മനുഷ്യൻ കാണാത്തൊരു മുഖമുണ്ട്. അത് കാണുന്ന, അറിയുന്ന ക്രിസ്തു അവനെ തൊട്ടത് അവൻ്റെ പുറത്തല്ല, അവൻ്റെ അകത്തെയാണ്. അവൻ്റെ അകത്തെയാ കർത്താവ് തൊടുന്നേ. ഈ രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ രാത്രിയിലും അകമറിയുന്ന ഒരു കർത്താവ്. The Lord who knows your inner being. എല്ലാം പറയാനൊക്കുന്ന ഒരു ക്രിസ്തു. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആമേൻ. നടത്തിയിടുന്നു ദൈവമെന്നെ നടത്തിയിടുന്നു. ആമേൻ. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആമേൻ. നാൾതോറും തൻ
അധ്യായം 12 വാക്യം. 6 അധ്യായത്തിൻ്റെ 12 വാക്യം. ആ കാലത്ത് ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. എല്ലാവരും വാക്കെന്ന് പറഞ്ഞ് എവിടെ ചെന്നു? മലയിൽ. ഹി വെൻ്റ് ഔട്ട് ടു ദ മൗണ്ടൻ ടു പ്രേ. ഒരു ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് ഓഫ് റോഡ് റൈഡ്. എന്തിനാണ്? വണ്ടി ഓടിച്ച് വലിയ കളത്തിലൊക്കെ പോവുക. പ്രാർത്ഥിക്കാൻ പോകണം ഉയർന്ന സ്ഥലങ്ങളിൽ. എന്തിനാന്ന് ചോദിച്ചാൽ ചുറ്റും നോക്കി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഉയർന്ന സ്ഥലത്ത് ക്രിസ്തു പോയി. അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. യേശു ഉയർന്ന സ്ഥലത്ത് ഒരു മലയിൽ പോയി എന്ത് ചെയ്യുന്നത്? ക്രിസ്തു ഒരു ശബത്തിൽ വെളഭൂമി കൂടെ എന്ത് ചെയ്യുക? കടന്നു പോകുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ കതിര് പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഈ കൈകൊണ്ട് കതിര് പറിച്ച് തിരുമ്മി തിന്നുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. ശബത്ത് ലംഘിക്കുക. അന്ന് സാബത്ത് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. ആ ലോയ അവർ തെറ്റിക്കുക. അപ്പോൾ അത് കണ്ട പരീശരിങ്ങനെ എന്തോ ഉണ്ടെന്ന് നോക്കി നടക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരെന്താ? പരീശര്. എന്തോ ഉണ്ടെന്ന് നോക്കുന്നവരുണ്ട്. അതിന്നും ഉണ്ട്, എക്കാലമുണ്ട്. ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇരിക്കുന്നവർ. അവർ പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരെന്താ ഇങ്ങനെ ചെയ്യുക? അപ്പം ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദ്, നമ്മുടെ വല്യപ്പച്ചൻ, പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അവകാശമുള്ള കാഴ്ചയപ്പം, അതായത് അതിന് പ്രത്യേകമായ ഫുഡാണ്, അതെടുത്ത് കഴിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തല്ലോ. അത്രയും വലിയ തെറ്റൊന്നും എൻ്റെ ശിഷ്യരെ ചെയ്തില്ല. ഇച്ചിരി കതിര് തിരുമ്മി തിന്നതല്ലേ ഉള്ളൂ. ഈ നെൽക്കതിര് പറിച്ച് കഴിച്ചാൽ അവിടെ വിശപ്പടങ്ങില്ല. പിന്നെ അവരെന്തിനത് ചെയ്തേ? ഒരു രസത്തിന് ചെയ്തായിരിക്കാം, വിശപ്പ് കൊണ്ടായിരിക്കാം. അങ്ങനെ ചെയ്തു. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഞാനായിരുന്നു ചെയ്തേനെ. ചോദിച്ചേനെ, എൻ്റെ ശിഷ്യരെ, പത്രോസേ, തോമാസേ, നിറഞ്ഞോ? സമാധാനമായല്ലോ? ഇപ്പം നിറഞ്ഞില്ലേ? കിട്ടിക്കോ, എല്ലാവർക്കും കൂടെ മേടിക്കോ. ശബത്ത് ലംഘിച്ചാൽ കല്ലറ. അങ്ങനെ എങ്ങാനും ക്രിസ്തു പറഞ്ഞായിരുന്നെങ്കിൽ എന്തു പറ്റിയേനെ? അവിടെ നിന്നവരെല്ലാം കൂടി ആരെ എറിഞ്ഞേനെ? ശിഷ്യരെ എറിഞ്ഞേനെ. ശബത്ത് ലംഘിച്ചതാ. ഈ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കൂട്ടത്തിൽ കൂടി എറിയത്തില്ല. നമുക്ക് ഈ കൂട്ടത്തിൽ പറയാൻ ഇഷ്ടമാണ്. ഒരു ഗുരുവിനെ എല്ലാവരും കൂടെ കല്ലെറിയുക. അപ്പം കല്ലെറിയാൻ ആഹ്വാനം കൊടുത്ത ഗുണ്ട ഇംഗ്ലീഷിൽ ഗുണ്ടയ്ക്ക് എന്താ പറയുന്നത്? ഗുണ്ട തന്നെയാണ്. വില്ലൻ, പിന്നെന്താ? ഗാങ് ലീഡർ, ഗാങ്സ്റ്റർ. ഗാങ്സ്റ്റർ പറഞ്ഞു എല്ലാവരും എറിയണം, എറിഞ്ഞില്ലെങ്കിൽ എറിയുമെന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഇങ്ങനെ നിൽക്കുക. ശിഷ്യനൊരു ചിന്ത, എറിഞ്ഞില്ലേ തന്നെ അങ്ങ് എറിയത്തില്ലേ? എറിയുന്നത് എങ്ങനെ? ഗുരുവിനെ. അപ്പോൾ ഈ ശിഷ്യനൊരു കാര്യം ചെയ്തു. തെക്കും പൊക്കും നോക്കിയപ്പം കുറച്ച് റോസാപ്പൂ നിൽക്കുന്നു. അത് പറിച്ചിട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അപ്പം ഗുരു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇതുവരെ ഒരു കല്ലും എന്നെ നോയിപ്പിച്ചില്ല, പക്ഷെ നീ എറിഞ്ഞ പൂ എന്നെ നോയിപ്പിച്ചു. എനിക്ക് നൊന്തു. കാരണം നീയും എന്ത് ചെയ്തു? നീയും എറിഞ്ഞു. നമ്മളിങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും, ഇച്ചിരി ഇല്ലാതെ ഇച്ചിരി നാറത്തില്ലല്ലോ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് 1000 നാവാം. കൂട്ടത്തിൽ കൂടി കുറ്റം വിധിക്കുന്നവരാണോ യേശു? അല്ല. യേശുവിടെ വഴക്ക് പറഞ്ഞാലോ? പക്ഷേ ക്രിസ്തു അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും എറിയുന്നവരെ ആരെറിയില്ല. യേശു എറിയാൻ കൂട്ടു നിൽക്കില്ല. എല്ലാവരും കല്ലെറിയാൻ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ക്രിസ്തുവിടെ കല്ലെറിഞ്ഞാൽ, വിട്ടുകൊടുത്താൽ, ചതഞ്ഞ ഓടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ല. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും പറയുന്ന, കുറ്റം വിധിക്കുന്ന ഒരാളെ ക്രിസ്തു അവരുടെ മനസ്സ് കാണുന്ന, കുറ്റപ്പെടുത്താത്തൊരു കാലം. നമുക്ക് ഈ ലോകത്തിലെ മോശമെന്ന് പറയുന്നവരെല്ലാം ആരാണ്? മോശമാണ്. മോശമെന്ന് പറയുന്നവരെല്ലാം ആളാണ്. മക്കൾക്ക് ഒരു പഴയകാല നാടിൻ്റെ ഒരു സ്വഭാവത്തിൽ പിള്ളേർക്ക് മനസ്സിലാകാൻ ചിലപ്പോൾ ഇവിടുത്തെ അവിടെ ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന സെക്ഷൽ വർക്കേഴ്സ് എന്ന് പറയുന്നവർ
അവരുടെ പേരിലൊക്കെ പഴയ ഇപ്പോഴൊക്കെയാണ് അങ്ങനെ സെക്ഷൽ വർക്കേഴ്സ് എന്നൊക്കെ പറയും. പണ്ടൊക്കെ ഒരു ദേശത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഒരാൾ അറിയപ്പെടുക. ഇന്നിടത്ത് ഇന്നാര് ഇന്ന ദേശത്ത്, ആ ദേശത്തിൻ്റെ പേരും ഇതുമായിട്ടൊക്കെ അവരറിയപ്പെടും. അങ്ങനെ മോശപ്പെട്ട പേരുള്ള ഒരു സ്ത്രീ ഒത്തിരി വർഷം മുമ്പാണ്. പക്ഷേ എനിക്കവർ മോശപ്പെട്ടാണെന്നും അറിയില്ല. അപ്പോൾ എന്നോട് ഒരാളോട് പറഞ്ഞു, എനിക്ക് ഇന്നാരെ ഒന്ന് കാണണം, പ്രിൻസിപ്പാൾ കാണണം. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ആരുണ്ടോ എവിടെ ഉണ്ടെന്ന് തപ്പി നടക്കുന്നത് പോകാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ ഇന്നടത്താണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പോകുന്നിടത്തല്ല ഇവരുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഈ പ്രായമുള്ളവരെല്ലാം ചോദിക്കുന്നു, കുഞ്ഞ് എവിടുന്നാ, എവിടത്തെയാ? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഞാൻ തുണ്ടത്തിലെ പാസ്റ്റർ മോനാണോ? അപ്പോൾ ഇന്നാരാണ്, അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു, കുറേ നേരം ഇരുന്ന് ഒത്താനൊക്കെ പറഞ്ഞ്. അതിനു മുമ്പ് എൻ്റെ വീട്ടിലറിഞ്ഞു കുഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട്. ഒത്തിരി വർഷം മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞിങ്ങോട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ഫോണൊന്നും ഇല്ല. എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ നീ അവിടെ പോയോ? പോയി. അതിനിപ്പോൾ എന്തോ പോയി? അപ്പോൾ പറഞ്ഞത് മോശപ്പെട്ട കാര്യം. ഞാൻ പിന്നെ പലവട്ടം ആ സഹോദരോട് സംസാരിച്ചു. ആ സഹോദരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് അവരുടെ അപ്പനൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനിയായ ഭർത്താവ് അപ്പന് പെൺകൊച്ചിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടി ഒരു പ്രായമുള്ളൊരുത്തിനെ കൂടെ കെട്ടിച്ചു. അവന് സംശയരോഗി, എന്നും അടിയാണ്. അടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരടി വന്നിട്ട് പോയേ, ഇവിടെ ആരടി നിന്നേ, അവിടെ ആരാടുന്നുണ്ട്, അടിയുടെ പേട്ട കേട്ട്. അപ്പോൾ ഇവക്കൊരു കാര്യം തീരുമാനിച്ചു, പോയാലും പോയില്ലേലും എന്തു ചെയ്യും, അടി കിട്ടും. ഈ ആട്ടിക്കുന്ന ഭർത്താവിനുള്ള ദേഷ്യം തീർത്താൽ അവിടെ മനസ്സങ്ങനെ മാറി. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പേര് ഞാൻ പൈസ മേടിച്ചുണ്ടാക്കിയിട്ടില്ല, വൈരാഗ്യമായിരുന്നു അപ്പനോടും ഭർത്താവിനോടും. മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തു എല്ലാവരും കുറ്റപ്പെടുത്തുന്നവരെ എന്ത് ചെയ്യത്തില്ല, ചേർന്ന് നിന്ന് കുറ്റപ്പെടുത്തത്തില്ല. കുറ്റപ്പെടുത്തുമോ? ഇല്ല. ക്രിസ്തു പറയുകയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാവീദ് കൂടെയുള്ളവർക്ക് എന്താ ചെയ്തത്? എന്നിട്ട് വലങ്കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തു അവനെ സുന്ദരമാക്കി, സൗഖ്യമാക്കി. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ കാണുകയാണ് ക്രിസ്തു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവർ ചെറിയൊരു തെറ്റ് ചെയ്തു, വേണേ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്തവനെ തള്ളിക്കളയുന്ന ഒരു ക്രിസ്തു അല്ല അവിടെ കാണുക. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്രിസ്തു പ്രാർത്ഥിച്ച ഭാഗങ്ങൾ 9:18 ചാപ്റ്റർ 9 വേഴ്സ് 18. അവൻ തനിച്ചു മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലായിരുന്നേ, മൈക്ക് എല്ലാവർക്കും കേൾക്കാമായിരുന്നു. സോറിയേ. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മതി മോളെ, തനിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ക്രിസ്തു സ്നാനമേറ്റ് കയറിയ ഉടനെ പ്രാർത്ഥിച്ചു. നിർജ്ജനദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. ഇവിടെ എങ്ങനെ പ്രാർത്ഥിച്ചു? തനിച്ച് പ്രാർത്ഥിച്ചു. അതിന് മുകളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. എന്താണത്? ക്രിസ്തുവിൻ്റെ അടുക്കൽ ആൾക്കാരെ ഒത്തിരി പേര് വന്നു. അപ്പോൾ പകൽ കഴിയാറായപ്പോൾ അവൻ പറഞ്ഞു, പുരുഷാരം ചുറ്റുമുള്ള ഈ പകൽ കഴിയാറായപ്പോൾ 12 ശിഷ്യർ യേശുവിനടുക്ക് വന്ന് പറഞ്ഞു, നാം ഇവിടാണ്, അതുകൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളും പോയി രാത്രി പറപ്പാനും ആഹാരം വാങ്ങാനും വേണ്ടി അവരെ എന്തു ചെയ്യണം? പറഞ്ഞയക്കണം. ഇതാണ് ഈ ശിഷ്യരുടെ പ്രത്യേകത. അവർക്ക് എത്രയും പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് എവിടെ പോകണം? വീട്ടിൽ പോകണം. ഇങ്ങനെ നിർബന്ധമുള്ളവരുണ്ട്. പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് ഒരു നിർബന്ധമില്ല, എന്നിട്ട് വേണേൽ പുറത്തിറങ്ങി വർത്തമാനം പറയും രാത്രി 12 മണി വരെ. പക്ഷേ എന്തോ ചെയ്യണം? ആൾക്കാരെ പറഞ്ഞു വിടണം. ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അച്ചായൻ എന്നോട് പറഞ്ഞു, മോനെ 1 മണിയാകുമ്പോൾ യോഗം നിർത്തണം. ഇവിടുത്തെ പോലെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട എന്നാൽ പോലും. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഒക്കെ അന്തരീക്ഷം അങ്ങനെയൊന്നും വലിച്ചു നീട്ടാൻ ഒക്കത്തില്ല മക്കളെ. നമ്മൾ ചിന്തിക്കുന്ന പോലെ യോഗമൊന്നും വലിച്ചു കിട്ടാൻ ഒക്കത്തില്ല. ഒക്കോ? ഇല്ല. പക്ഷേ ചിലപ്പോൾ സമയത്ത് നീണ്ടുപോയെങ്കിൽ അന്നേരം ഒരു പാട്ട് പാടും, അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോകണം. അപ്പോൾ ഒരാളിനോടൊന്ന് പറഞ്ഞ്, അങ്ങനെയല്ല, നിനക്ക് വിവരമില്ലാത്തതുകൊണ്ട്, നീ കൊച്ചനല്ലേ, 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടി വേണം പോകാൻ. എനിക്ക് സത്യത്തിൽ അങ്ങ് സങ്കടമായി. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും ആശീർവാദം കിട്ടേണ്ടവർ ദയവായി നമ്പർ തരൂ, SMS ആയി. ഇപ്പം എല്ലാം അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജായി, ബെനഡിക്ഷൻ ഫോണിലേറ്റ് എത്തി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ? എങ്ങനെ എന്ത് ചെയ്യണം?
പറഞ്ഞ് അയക്കണം. ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുക, സങ്കടം തോന്നി. ഇതൊക്കെ ഭയങ്കര ദൈവ സാന്നിധ്യം. കുഞ്ഞുങ്ങളല്ലേ, അവർ സത്യസന്ധരാണ്. കാരണം എനിക്ക് ഈ പിള്ളേരെയൊക്കെ ഇഷ്ടമാണ്. പിള്ളേർ പലരും സത്യസന്ധരാണ് കുറച്ചൊക്കെ. ഞാൻ ഒരു ക്യാമ്പ് നടക്കുക, എല്ലാ പിള്ളേരും കൂടെ ഹോളിലോട്ട് കയറി കിടത്തുക. എല്ലാവരും ഹോളിലാണ്, നമ്മൾ ഈ ക്യാമ്പിൻ്റെ ആൾക്കാരാണ്. സന്തോഷമായി പിള്ളേരുടെ. അപ്പോൾ ഞാൻ ചുമ്മാ എല്ലാവരും വിളിച്ചിട്ട് പോയി ഹോളിനാണ് കിടക്കുന്നത്. ഹോള് പരിശുദ്ധമായ സാധനമല്ലേ. എല്ലാവരും ഒരു കാര്യം ഞാൻ പറയുക, ബീഡി വലിക്കുകയാണെങ്കിലും പുറത്തിറങ്ങി വലിച്ചേക്കണം, അകത്തിരുന്ന് വലിക്കരുത്. ഹോളല്ലേ. എടുത്ത് പോയി, ഇല്ല അങ്കളെ കഴിഞ്ഞ ആഴ്ച നിർത്തിയായിരുന്നു പറഞ്ഞു. എനിക്കത് ഞങ്ങൾക്ക് ഇഷ്ടമായി. അവനൊന്നിൽ സത്യം പറഞ്ഞു. ഞാൻ ഒരു 11 വർഷം പ്രേമിച്ച ഒരു കപ്പിളിൻ്റെ കഥ പറയുക. മക്കളെ, 1, 2 അല്ല, 5 അല്ല, 8 അല്ല, നിങ്ങളുടെ കൂട്ടൊന്നും അല്ല, 11 വർഷം. നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇങ്ങനെ പൊലിപ്പിച്ച് ഒക്കെ പറയണ്ടേ. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ പെൺപിള്ളേരിയ്ക്കുക. മക്കളെ, നിങ്ങളാരും 11 വർഷമായില്ലോ? ഒരു കച്ചവടം ഇല്ലെങ്കിൽ 6 മാസമായുള്ളൂ. എനിക്ക് അവർ സത്യം പറയും. ആര്? മക്കൾ, പിള്ള മനസ്സിൽ. ഞാനൊരു അമേരിക്കയിൽ വെച്ചു, അതെനിക്ക് ഈ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കയിൽ വെച്ചോണ്ട് ചോദിച്ചു, ഹൗ വാസ് മൈ മെസ്സേജ്? അങ്കിൾ, ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിങ്. ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിങ്. എനിക്കതിനെനിക്ക് ഇഷ്ടമായി. നമ്മളന്നേ പറഞ്ഞതിന് ഒന്നും കേട്ടില്ല. എന്തോ ഒരു അനുഗ്രഹമായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കത്തിൽ നമ്മൾ പറയും എന്തോ ഒരു അനുഗ്രഹമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സ്വത്രം പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അതാണ് മക്കൾ സത്യസന്ധരാ. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. ഞാൻ അവരെല്ലാം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ആ ക്യാമ്പിൻ്റെ മെയിൻ സംഘാടകനായിട്ടുള്ള ഒരാൾ എൻ്റെ പോക്കറ്റിൽ കൊണ്ടൊരു കവർ ഇട്ടിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോക്കോ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം എൻ്റെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഞാൻ അത് മേടിക്കത്തില്ല. അതാണ്, അവർക്ക് പോകണം, ഞങ്ങൾ പോവാം. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് തീർത്തിട്ട് എന്ത് ചെയ്തു? പോയിക്കോ. ദിസ് ആറ്റിറ്റ്യൂഡ്. ശിഷ്യർ പറയുക എന്ത് ചെയ്യണം? പറഞ്ഞു വിട്ടേക്കണം. ഇന്നും ഇത് തന്നെയൊക്കെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? പറഞ്ഞു വിടണം. ക്രിസ്തുവിനെ ടെസ്റ്റ് ചെയ്ത് അവരൊന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്താ പറഞ്ഞേ? അവൻ അവരോട്, നിങ്ങൾ പോകാൻ പറ്റട്ടെ. കർത്താവ് പറഞ്ഞു അങ്ങനെ വിടാനൊക്കത്തില്ല. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അങ്ങനെ പോകാൻ വരട്ടെ, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. അപ്പം കർത്താവ് എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും അല്ലാതെ. അപ്പം അവർ പറഞ്ഞു 5 അപ്പവും 2. നമ്മൾ മറ്റു സുവിശേഷങ്ങൾ കാണുന്നുണ്ടത്. ഒരു ബാലൻ്റെ പക്കൽ എന്തുണ്ട്? 5 അപ്പവും 2 മീൻ. ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ക്രിസ്തു അത് എടുത്ത് സ്വർഗത്തേക്ക് നോക്കി എന്ത് ചെയ്തു? വാഴ്ത്തി. എന്നിട്ട് അല്ലേ, എല്ലാവരെയും ഇരുത്തി സ്വർഗത്തേക്ക് നോക്കി അനുഗ്രഹിച്ച് വാഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു? നുറുക്കി. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് ക്രിസ്തു ചെയ്ത ഒരു കാര്യമുണ്ട്. അവരെ 50 വീതം, 5000 പുരുഷന്മാരുണ്ട്. അപ്പോൾ എത്ര വീതം ഇരുത്തി? 50 വീതം. അപ്പോൾ എത്ര ലൈൻ കാണുമെന്ന് ഓർത്തോണം. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കുക. 5000 എവിടെ? കണക്ക്. അപ്പം പറയും ഞങ്ങൾ സയൻസാണെന്ന്. സയൻസ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കണക്കായിരുന്നു. 10000. 50ൻ്റെ അപ്പുറത്ത് 2 0 100 പന്തിയായിട്ട് ഇരുത്തി. എത്ര പേരെ? അപ്പോൾ നമ്മുടെ അച്ചായൻ പറഞ്ഞു, താന്നിക്കാരൻ കറിയാച്ചാനെ, ഞാൻ ആരുടെ മുമ്പിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. എന്നെ അങ്ങനെ ആരും ഇരുത്താനും നോക്കണ്ട. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ഇരുന്നിട്ടില്ല. കുഴപ്പമുണ്ട്. ഇരിക്കാത്തവർക്ക് കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിലൊന്നുമില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കണോ? കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. ഞങ്ങളങ്ങനെ ഇരുത്താൻ നോക്കണ്ട. നമ്മുടെ ശൈലല്ലേ, എന്നെ അങ്ങനെ ആരും ഇരുത്താൻ നോക്കണ്ട. പക്ഷെ കർത്താവ് വല്ലതും തരണോ? കർത്താവ് പറയുന്നിടത്ത് എങ്ങനെ ചെയ്യണം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഫ്രണ്ട് ലൈനിൽ ഇരിക്കണം. നീ 100-ാമത്തെയാണേ 100-ാമത്തെ, 1-ാമത്തെ ആണേ 1-ാമത്തെ. ഇതെല്ലാം ഇരുത്തുന്ന ആരാ? ഏതോ സമയത്ത് വന്നവനും അവനവനുള്ളത് കൊടുത്ത് വിട്ടോളും. എനിക്ക് 1-ാമതിരിക്കണമെന്ന്. ഞാൻ 100-ാമത്തെ പന്തി ഇരിക്കാനൊക്കെ പോവും. ഈ സഭയിൽ ആദ്യം വന്നത് ഞാനല്ലേ, വേല തുടങ്ങിയത് ഞാനല്ലേ. കർത്താവ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നിടത്ത് എന്ത് ചെയ്യണം?
ഇരിക്കണം. എല്ലാവരും പറഞ്ഞ് കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നാലേ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? കഴിക്കാനൊക്കത്തുള്ളൂ. എന്നിട്ട് കർത്താവ് എടുത്തിട്ട് വാഴ്ത്തി. അത് ഭയങ്കരമാണ്. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉയർത്തി കർത്താവ് ഇങ്ങനെ ബ്ലസ് ചെയ്തു. എന്തോ ഒരു അനുഗ്രഹമാണ്. ഉയർത്തി എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? നുറുക്കി. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. പിച്ച് ചീന്തി നുറുക്കി, മുറിച്ച്, വലിച്ച്, മുറിച്ച് ഇത്രയും പീസാക്കി. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്ത് പാടാ? നുറുക്കൽ പാടാ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണോ? ദൈവം ഒന്ന് നുറുക്കും. ഒരു നുറുക്കൽ പ്രക്രിയയിലൂടെ പോകാത്ത ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല. ഓരോരുത്തരുടെ നുറുക്കലുകൾ ഓരോന്നായിരിക്കാം. ചിലർക്കത് രോഗമായിരിക്കാം, ചിലർക്കത് തകർച്ചകളായിരിക്കാം, ചിലർക്ക് ദൈവസഭ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ഒരു സംഭവം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് പേടിച്ചുപോയി. അദ്ദേഹം യോഗം നടത്തിക്കൊണ്ടിരിക്കുക ചെറിയ സ്ഥലത്ത് ചെന്ന് ഒരു വിശ്വാസികൾ അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് പുതിയ വില തുടങ്ങി വില വന്ന ഒരു ഷെഡ് കെട്ടി അവിടെ ആരാണ് നടക്കുക. ആ ഇടയ്ക്ക് പുതുതായിട്ട് വന്നൊരു പെൺകുട്ടി യോഗം നടക്കുമ്പോൾ ഓടി വന്ന് അകത്തോട്ട് കയറി, യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ചങ്ങ് തീ വെച്ചു. യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കും? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അതും ഇതര മതപശ്ചാത്തലത്തിൽപ്പെട്ടൊരു കുട്ടി. അതൊക്കെ എങ്ങനെ ഓർക്കം ചെയ്തു? ഇന്ന് നമ്മുടെ ഭയങ്കര ദൈവാസഭയാണ്. എന്താ ചെയ്യുന്നത്? തമ്പുരാനെ നുറുങ്ങാൻ അനുവദിക്കും. എല്ലാവരും ദൈവം എന്തു ചെയ്യും? നുറുക്കും. വർദ്ധിപ്പിക്കണോ? അനുഗ്രഹിക്കപ്പെടണോ? ആത്മാക്കൾ വരണോ? എന്ത് ചെയ്യുന്നുണ്ടാവണം? നുറുക്കം.